സേവ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പോയി ചെയ്യുന്ന ആളാണെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫാമിലിപരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാനത് പറയുകയും എന്നോട് പരിഹരിച്ച് തരാമെന്ന് പറയുകയും ചെയ്തു. വെള്ളമൊക്കെ ആയിട്ടാണ് ഇയാൾ വന്നത്. പിന്നെ കുറേ പൂവ്, അതുപോലെ തന്നെ ഒരു വിഗ്രഹം, അതുപോലെ ഫോട്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. പൂജയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള തേങ്ങ, കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇയാൾ വന്നത്. ആ കുപ്പി കൊണ്ടുവന്ന ആ സാധനം എന്നോട് പറഞ്ഞു, ഇത് കുടിക്കണം, ചാത്തനെ സേവിച്ച മദ്യമാണ്, അതിൻ്റെ അകത്തൊന്നുമില്ല, ചാത്തൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതാണ്, അതുകൊണ്ട് ഇത് നിന്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഉള്ളിൽ തന്നത് മാറണമെങ്കിൽ ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദൈവത്തിന് പോലും ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ മനുഷ്യ ദൈവങ്ങളായ ചില ആൾക്കാർ അത് പൂജ ചെയ്തും അതുപോലെ തന്നെ ആഭിചാരിക കൃത്യങ്ങളെല്ലാം നടത്തിയിട്ടും പരിഹരിച്ചു തരാമെന്ന് പറയുന്ന ചില പൂജാരിമാരെയും അതുപോലെ തന്നെ ചില ഉസ്താദുമാരെയും ചില തങ്ങന്മാരെയും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഒരു യുവതിക്ക് ഇൻസ്റ്റഗ്രാമിൽ കൂടി ഒരു സൗഹൃദ അഭ്യർത്ഥന വന്നതിന് ശേഷം പരിചയപ്പെടുന്നു, അവരോട് കുടുംബ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നു, എന്നാൽ ഞാനത് പരിഹരിച്ചു തരാമെന്ന് പറയുന്നു, പൂജ ചെയ്ത് പരിഹരിച്ചു തരാമെന്നാണ് ഈ യുവാവ് ആ യുവതിയോട് പറയുന്നത്. അങ്ങനെ അവരെ ശാരീരികമായിട്ട് അവസാനം മദ്യത്തിൽ മയക്കുമരുന്ന് പോലത്തെ എന്തോ നൽകിയതിന് ശേഷം പീഡിപ്പിക്കുന്നു. അതിനുശേഷം നഗ്ന ദൃശ്യങ്ങളും വീഡിയോകളും പകർത്തുന്നു. ഇത് പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പണം തട്ടുന്നു. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് സ്വർണങ്ങളും മറ്റ് ആഭരണങ്ങളും എല്ലാം വാങ്ങിയെടുക്കുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താവുന്നു. കുട്ടികളും അതുപോലെ തന്നെ ജീവിതവുമെല്ലാം കൈവിട്ടു പോകുന്നു. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്തരത്തിൽപ്പെട്ട വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുമളി സ്വദേശിയെ ഇപ്പോൾ ആലുവ പോലീസ് ഇപ്പോൾ ഏതായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യുവതി ഏതായാലും തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആ യുവതിയുടെ സംഭാഷണം ഒന്ന് കേൾക്കാം. പരിചയപ്പെടുന്ന ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. ഫ്രണ്ട്സിന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണെന്നും ഫ്രണ്ട്സ് ഒരുപാട് സേവ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പോയി ചെയ്യുന്ന ആളാണെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫാമിലിപരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാനത് പറയുകയും എന്നോട് പരിഹരിച്ച് തരാമെന്ന് പറയുകയും ചെയ്തു. അയാൾ പറയുന്ന രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇടുക്കി സ്വദേശിയായ പ്രിൻസ് എബ്രഹാമിനെതിരെയാണ് പട്ടികജാതി വർഗ്ഗക്കാരിയുടെ പരാതി. പൂജാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ആ യുവതി ഛർദ്ദിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്കിവിടെ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഫ്ലാറ്റിൽ കൊണ്ടുപോയ ശേഷം പൂജാകർമ്മത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം ഈ യുവതിയെ കൊണ്ട് കുടിപ്പിക്കുന്നു. ആ വെള്ളം കുടിച്ചതിന് ശേഷം യുവതിക്ക് ബോധക്ഷയം ഉണ്ടാവുകയാണ്. ആ സമയത്ത് യുവതിയെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയും അതുപോലെ തന്നെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുകയാണ്. അതിനുശേഷം നഗ്ന ഫോട്ടോകളും അതുപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം പകർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം യുവതിയെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സോഷ്യൽ മീഡിയയിലടക്കം വിദേശ രാജ്യങ്ങളിലേക്കടക്കമുള്ള സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് പങ്കുവെക്കുകയും ചെയ്യുന്നു എന്നാണ് യുവതി പറയുന്നത്. എത്രമാത്രം നിങ്ങൾ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കണം. സ്വന്തം കുടുംബത്തിലും ഭർത്താവുമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരുമെന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിൽ പോയി വീണു പോകുന്ന സഹോദരിമാരാണ് ഈ വീഡിയോ കാണേണ്ടത്. ബാക്കി കേൾക്കാം. ഫുൾ അമ്പലത്തിലിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ഇയാൾ, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയമായതുകൊണ്ട് എനിക്ക് ഒരുപാട് യാത്ര ചെയ്തിന് ഞാൻ വൊമിറ്റ് ചെയ്തായിരുന്നു. വണ്ടിയിലൊക്കെ വൊമിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ബോഡിയിലൊക്കെ ആയപ്പോഴത്തേക്ക് ഇയാളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇറങ്ങിപ്പോയ ഇയാൾ ഒരു 11:30 ആകുമ്പോഴത്തേക്ക് കയറി വന്നു. അപ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു ബോട്ടിൽ, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാണ് ഇയാൾ വന്നത്. പിന്നെ കുറേ പൂവ്, അതുപോലെ തന്നെ ഒരു വിഗ്രഹം, അതുപോലെ ഫോട്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. പൂജയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള തേങ്ങ, കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇയാൾ വന്നത്. ആ കുപ്പി കൊണ്ടുവന്ന ആ സാധനം എന്നോട് പറഞ്ഞു, ഇത് കുടിക്കണം, ചാത്തനെ സേവിച്ച മദ്യമാണ്, അതിൻ്റെ അകത്തൊന്നുമില്ല, ചാത്തൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതാണ്, അതുകൊണ്ട് ഇത് നിന്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഉള്ളിൽ തന്നത് മാറണമെങ്കിൽ ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് എന്നോട് ഇതിൻ്റെ രുചിയോ മണമോ ചോദിക്കാനും പാടില്ല, എന്നോട് പറയാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇല്ല, കഴിക്കുക ഒന്നും ഉണ്ടാവില്ല, ഇത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കുകയും അതിൻ്റെ അകത്ത് എന്തൊക്കെയോ കലക്കിയിട്ട് ഭസ്മം അങ്ങനെ എന്തൊക്കെയോ കലക്കി അതിൻ്റെ അകത്ത് പൂവ്, എള്ള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തുളസിയില. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിനകത്ത് കിടക്കുന്ന ഇതൊക്കെ കൂടി തന്നെ ചവച്ചരച്ച് കഴിക്കണമെന്ന് പറഞ്ഞു. കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഉടനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് തലത്തൊട്ടൊക്കെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥന തുടങ്ങുവാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എണീക്കുള്ളൂ, സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്നോട് പ്രാർത്ഥിച്ചോളം പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തല ഇറങ്ങുന്ന പോലെ ഫീൽ ചെയ്തു. ഇയാൾ പ്രാർത്ഥിക്കും, വിളിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് വിളിക്കാനും പേടിയായിട്ട്
ഇയാൾ കണ്ണടിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു കസേരയിൽ മാറിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇയാൾ ചാടി എണീറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഒരു കാര്യം ചെയ്തോ, അങ്ങോട്ട് കിടന്നു എന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പിടിച്ച് ബെഡിലേക്ക് മറിച്ചിടുമായിരുന്നു ചെയ്തത്. പക്ഷെ അത് ഇതാണ് നടക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ഇയാളെ തട്ടി മാറ്റി പ്രതികരിച്ചിറങ്ങി ഓടാനോ ബഹളം വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. എൻ്റെ ശരീരം കുഴഞ്ഞ് നാക്കൊക്കെ കുഴഞ്ഞ് എനിക്ക് നല്ല ബുദ്ധിമുട്ട്. ഞാൻ ഓൾറെഡി ടയേർഡ്. അപ്പോൾ യുവതി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. പലപ്പോഴായിട്ട് യുവതിയുടെ കയ്യിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ ഇദ്ദേഹം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പവൻ സ്വർണ്ണാഭരണവും ഈ യുവതിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പണം കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ വയ്യാതെ വന്ന സമയത്ത് കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് പറയുന്നു. അതിനുശേഷം പറയുകയാണ് യുവതിയുമായിട്ട്, എന്നാൽ നമുക്ക് ഇതൊരു ഒത്തുതീർപ്പിലേക്ക് എത്താം, ഇതൊന്ന് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞിട്ട് യുവതിയോട് വരാൻ വേണ്ടി പറയുന്നു. താങ്കൾ വരികയാണെങ്കിൽ താങ്കളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ താങ്കളുടെ നഗ്ന ഫോട്ടോകളും അതുപോലെ തന്നെ വീഡിയോകളും എല്ലാം ഡിലീറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ആ പാവം സഹോദരിക്ക് ആശ കൊടുക്കുന്നു. അത് കേട്ട് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സഹോദരി വീണ്ടും ഒരു പ്രശ്നം ഇനി വേണ്ട, എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഈ എബ്രഹാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ട് വീണ്ടും അദ്ദേഹം ശാരീരികമായിട്ടും ഈ സഹോദരിയെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ കീഴ്പ്പെടുത്തുകയും എല്ലാം ചെയ്യുകയാണ്. മൂവാറ്റുപുഴ ലോഡ്ജിലെത്തിച്ചിട്ടാണ് ഈ അവസാന ഘട്ടങ്ങളിലും അദ്ദേഹം ഈ സ്ത്രീയെ ഉപദ്രവിച്ചത് എന്ന് പറയുന്നു. ഗത്യന്തരമില്ലാതെ പൊന്നും അതുപോലെ തന്നെ പണവും അതുപോലെ തന്നെ ഇപ്പോൾ ജീവിതവും നഷ്ടപ്പെട്ട രീതിയിലാണ് ഈ പട്ടികവർഗ ജാതിക്കാരിയായ ഈ സഹോദരി. ഏതായാലും ഈ സഹോദരിക്ക് നീതി കിട്ടുക തന്നെ വേണം. അവസാനം കാര്യങ്ങൾ കൂടി ആ യുവതി പറയുന്നു, നമുക്ക് അതുകൂടി കേൾക്കാം. എറണാകുളത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു തീർക്കാം, നിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം, ഇനി ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, ശല്യം ചെയ്യത്തില്ല, വരാൻ പറഞ്ഞു. അങ്ങനെ ഇയാളെ ശല്യം സഹിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഇയാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞിടത്തേക്ക് വിശ്വസിച്ച് പോയത്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞത് വണ്ടിക്കകത്തുനിന്ന് സംസാരിച്ചിട്ട് നിന്നെ തിരിച്ച് വിട്ടേക്കാന്നാണ് പറഞ്ഞത്. വണ്ടിക്കകത്തുനിന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളവിടെ വണ്ടി കൊണ്ട് നിർത്തുകയും വണ്ടി കയറ്റുകയും ചെയ്തിട്ട് ഇയാൾ അവിടെ മുതൽ എറണാകുളം മുതൽ ഈ പറയുന്ന മൂവാറ്റുപുഴ വരെ ഇയാൾ സ്ട്രൈറ്റ് വണ്ടി ഓടിച്ചു വരികയും ഇയാൾ എന്നെ അതിൻ്റെ അതിന് ചീത്ത പറയും. എന്നെ എന്താണെന്ന് വെച്ചാൽ, നീ നിൻ്റെ വീട്ടുകാരോടോ നാട്ടുകാരോടോ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് നീ നിൻ്റെ അമ്മയോട് പറഞ്ഞില്ലേ, നീ എന്തിനാ അമ്മയോട് പറഞ്ഞാൽ, നിന്നോട് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇയാൾ എന്നെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലായി. റൂമെടുത്ത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടിട്ട് നന്നായിട്ട് ഉപദ്രവിച്ചു. റൂം ലോക്ക് ചെയ്ത് അകത്ത് കയറിയതും എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം അതിൻ്റെ ഒരു രീതിയിൽ ശല്യം ചെയ്തില്ല. നിന്നെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെയൊക്കെ വകയിൽ എനിക്ക് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് പൈസ സ്വർണം തരുവാണെങ്കിൽ ഞാൻ നിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി വിട്ടേക്കാൻ തോന്നും. അന്ന് എനിക്കില്ല കൊടുക്കാൻ പൈസയൊന്നുമില്ല. ഇയാൾ പറഞ്ഞ പേടിച്ചുണ്ടെങ്കിലും പൈസ കൊടുത്തേനെ. പക്ഷേ ഇയാൾ എന്നോട് പറഞ്ഞു, പൈസ തരാനില്ലെങ്കിൽ നീ സ്വർണ്ണം ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കഴുത്തെ കിടന്ന മാലയും കുറച്ച് 2-3 സാധനങ്ങൾ ഊരി സ്വർണ്ണമൊക്കെ ഊരി ഇയാൾക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതിയിൽ സജീവമായി ഇടപെട്ട പോലീസ് പ്രതിയെ വടക്കൻ പറവൂരിൽ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വിദേശത്തെ ജോലി പോയി, ഇനി ഒരിക്കലും വിദേശത്തല്ല, പിന്നെ ഇന്ത്യ വിട്ട് പുറത്തേക്ക് ഒരു രാജ്യത്തേക്ക് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടിക്ടോക്ക് എന്ന് പറയുന്ന സമൂഹ മാധ്യമം വഴിയാണ് ഇവൻ പ്രചരിപ്പിച്ചത്. അതിൽ പല രാജ്യങ്ങളെയും ഞാൻ വിദേശത്താണെന്ന് അറിഞ്ഞതുകൊണ്ട്, എൻ്റെ റിലേറ്റീവ്സ് വിദേശത്തുള്ളത് അറിയാവുന്നത് കൊണ്ടും പല രാജ്യങ്ങളിലേക്കും ടാഗ് ചെയ്തിട്ടാണ് അയച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കൈകളിലേക്ക് ഈ വീഡിയോ ഫോട്ടോയൊക്കെ പോയത് കൊണ്ടും എനിക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് എന്തായാലും ഒരു വിദേശത്ത് പോയി ജീവിക്കുക എന്നതൊന്നും നടക്കുന്നൊരു കാര്യമല്ല. നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലിയായിട്ട് നിൽക്കണമെങ്കിലും സ്വന്തം നാട്ടിൽ പോലും മാസ്ക് ഇല്ലാതെ ഒരു ദിവസം പോലും ഞാൻ പുറത്തിറങ്ങി നടക്കാറില്ല. എല്ലാവരെയും പേടിച്ച് സത്യം പറഞ്ഞാൽ വീട്ടിൽ കയറിയാണ് ഇരിക്കുന്നത്, ജോലിക്ക് പോലും പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ ദൈവത്തിൻ്റെ അയൽക്കാരറ്റമാണ് എന്ന രീതിയിലാണ് ഈ പൂജാരികളും ചില ഉസ്താദുമാരും ചില തങ്ങന്മാരെല്ലാം പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മരണം വരെ മോചനമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ സഹോദരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ സ്വന്തം സങ്കടങ്ങൾ പറഞ്ഞത് മുതലാക്കിയിട്ടാണ് ഞാൻ പൂജ ചെയ്ത് മാറ്റാമെന്ന് പറയുമ്പോൾ ആ സഹോദരി ഒരു വിശ്വാസിയാണ്. തീർച്ചയായിട്ടും അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ പൂജാകർമ്മങ്ങളിലൊക്കെ വിശ്വാസമുണ്ടാകും. അതിൽ കൂടി
മാറുകയാണെങ്കിൽ മാറട്ടെ, എൻ്റെ ഭർത്താവിനെ എനിക്ക് നല്ലോണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. പക്ഷേ അതിൽ നിന്ന് തന്നെ അദ്ദേഹം മുതലെടുപ്പ് തുടങ്ങി എന്നുള്ളതാണ്. ആ പൂജാകർമ്മത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തന്നെ മദ്യവും മയക്കുമരുന്നും കലക്കിയാണ് ആ സഹോദരിക്ക് കൊടുക്കുന്നത്. അത് കുടിച്ചതിന് ശേഷം ബോധം നഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് അവിടെ വെച്ചിട്ട് വിവസ്ത്രയാക്കിയിട്ട് വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോകളും എല്ലാം അദ്ദേഹം ചിത്രീകരിക്കുന്നു. അത് കാണിച്ചിട്ട് ശാരീരികമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം വഴങ്ങേണ്ടതായിട്ട് വരുന്നു. പിന്നെ ആ വീഡിയോ പകർത്തിക്കൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നു. അതിനുശേഷം ഇത് ഡിലീറ്റ് ആക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് വീണ്ടും ഉപദ്രവിക്കുന്നു. ഇതൊരു സീരിയൽ പോലെ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഒരു മരണമാണ്. ഇതിൽ ഇര മരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ നടപ്പിലാക്കുന്ന ന്യായം. അത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈ പ്രതിയെ കണ്ടാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാഷയും അതുപോലെ തന്നെ ചിത്രവും എല്ലാം കണ്ടാൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. പാവപ്പെട്ട സാധുക്കളായ ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ പിഴിഞ്ഞിട്ടാണ് ഇവരെ പോലുള്ള തടിമാടന്മാർ ജീവിച്ചു വരുന്നത്. പണവും സ്വർണവും എല്ലാം കൊടുക്കാൻ ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ബാക്കിയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്താണോ ദൈവം നിശ്ചയിച്ചത് അത് മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം എഴുതപ്പെട്ടതാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ നിങ്ങൾ ഒരാളെ കാലും പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ, നിങ്ങൾക്ക് ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നിങ്ങൾ പറയുന്ന ഭാഷ ഏതായാലും ആ ദൈവത്തിന്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഏതായാലും മനസ്സിലാകും. അങ്ങനെ മനസ്സിലാത്തൊരു ദൈവം ഇന്ന് ലോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളുടെ കാല് പിടിച്ചുകൊണ്ട് അവിചാരിക ക്രിയയും അതുപോലെ തന്നെ വെള്ളം മന്ത്രിച്ചത് കൊണ്ടൊന്നും തന്നെ നിങ്ങളുടെ സൂക്കേടോ നിങ്ങളുടെ ഇത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളോ ഒന്നും തീരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഈ നൂറ്റാണ്ടിലെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.